എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് അടുത്ത ടൈപ്പ് കളക്ഷൻ ആണ് ക്യാരക്ടർ ഫങ്ഷൻസ്. അപ്പൊ നമ്മൾ സ്ട്രിംഗ് ഫങ്ഷൻസ് കഴിഞ്ഞു അല്ലേ? പിന്നെ കൺസോൾ ഫങ്ഷനും സ്ട്രിംഗ് ഫങ്ഷൻസും ആദ്യം പറഞ്ഞു. പിന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് കഴിഞ്ഞു. അടുത്തത് ക്യാരക്ടർ ഫങ്ഷൻസ്. ആ ഹെഡിങ് തന്നെ അറിയാം നമുക്ക് എന്തിനുള്ളതായിരിക്കും. ഓരോ സിംഗിൾ ക്യാരക്ടറിനെ അല്ലെ ക്യാരക്ടറിൽ പ്രയോഗിക്കാവുന്ന ഫങ്ഷൻസ്, ഒരു ക്യാരക്ടറിൽ ഉപയോഗിക്കാവുന്ന ഫങ്ഷൻസ്, അതാണ് ക്യാരക്ടർ ഫങ്ഷൻസ്. അതായത് ആ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് എന്തായിരിക്കും, ഒരു ക്യാരക്ടർ ആയിരിക്കും, ഒന്നോ അതിൽ കൂടുതലോ. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതിലെല്ലാം ഒരു ക്യാരക്ടറേ ഉള്ളൂ, ഒറ്റ ആർഗ്യുമെന്റേ ഉള്ളൂ. അതായത് ഈ ഫംഗ്ഷൻസിന്റെ എല്ലാം ആർഗ്യുമെന്റ് എന്തായിരിക്കും, ക്യാരക്ടേഴ്സ് ആയിരിക്കും. ക്യാരക്ടറോ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ വേരിയബിളും ആവാം അല്ലെ. ആർഗ്യുമെന്റ് ആയിട്ട് കോൺസ്റ്റന്റും ക്യാരക്ടർ കോൺസ്റ്റന്റ്, അതായത് ലെറ്റർ എ ബി സി അങ്ങനെയുള്ള ലെറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ക്യാരക്ടർ വേരിയബിൾസും ആവാം. അപ്പൊ ഈ ക്യാരക്ടർ ഫംഗ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഹെഡർ ഫയലാണ് ഏത്, സി സി ടൈപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യണം ഈ ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ #include സി സി ടൈപ്പ് എന്നും കൂടി ചേർക്കണം. അതില് ഒന്നാമത്തെ ഈസ് അപ്പർ. ആ പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഈസ് എന്ന് വെച്ചാൽ ആണോ എന്ന് ചോദിക്കുന്നതാണ്. ഈസ് അപ്പർ, അപ്പർ ആണോ. എന്താ അപ്പർ എന്ന് പറഞ്ഞാൽ അപ്പർ കേസ് ലോവർ കേസ്. അപ്പർ കേസ് എന്നാൽ ക്യാപിറ്റൽ ലെറ്റർ അല്ലെ. അത് അപ്പർ കേസ് ആണോ എന്ത്, ഇവിടെ ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ. മനസ്സിലായില്ലേ? ഇറ്റ് ചെക്സ് വെദർ ദ ആർഗ്യുമെന്റ് ക്യാരക്ടർ ഇസ് ഇൻ അപ്പർ കേസ് ഓർ നോട്ട്. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിൽ ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നു. ആണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം എന്തായിരിക്കും വരിക, ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല അല്ലെ. അപ്പൊ ആണ് എന്ന് പറഞ്ഞാൽ യെസ്, ട്രൂ. അപ്പൊ ട്രൂവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ, 1 ഡിജിറ്റ്, ട്രൂ 1 അല്ലെ. ട്രൂ ആണെങ്കിൽ 1 എന്ന് വരും. അതുപോലെ ഫോൾസ് ആണെങ്കിലോ 0 അങ്ങനെയാണ് വരിക. അപ്പൊ റിട്ടേൺ, ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്, 0 അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഈസ് അപ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. എപ്പോഴാണ് 1 റിട്ടേൺ ചെയ്യുക, ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലാണെങ്കിൽ, ട്രൂ ആണെങ്കിൽ. അതായത് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിൽ അല്ലെങ്കിൽ, അതായത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, വാല്യൂ 0 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ ഡെഫിനിഷൻ ഇത്, ദിസ് ഫംഗ്ഷൻ ഇസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഇസ് ഇൻ അപ്പർ കേസ് ഓർ നോട്ട്. ഒരു ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് ഇത്. സിന്റാക്സ്, ഇത് ടെക്സ്റ്റത്തെ സിന്റാക്സ് ആണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഇൻറ്റ് കാർ എന്നൊക്കെ പഠിക്കാൻ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലും മതി. ഈസ് അപ്പർ എന്നീ ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റ് ആയിട്ട് സി എന്ന് കൊടുക്കുക. സി എന്താ, വേർഡ് സി ഈസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. നമുക്ക് വേണമെങ്കിൽ സി എച്ച് എന്ന് എഴുതാം അല്ലെ. നമ്മൾ സാധാരണ സി എച്ച് എന്നല്ല എഴുതാറ്. അപ്പൊ വേണമെങ്കിൽ അതുപോലെ സി എച്ച് എന്ന് കൊടുക്കാം. അതോ നിങ്ങൾക്ക് സൗകര്യം. സി എന്ന് പറയുമ്പോൾ ലെറ്റർ സി ആണോ എന്നൊരു കൺഫ്യൂഷൻ വരണ്ട. വേർ സി എച്ച് ഇസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. ഇനി ഇതിന്റെ ബാക്കി ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് 1 റിട്ടേൺ ചെയ്യുന്നു. എങ്ങനെ, എപ്പോ, ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഇസ് ഇൻ അപ്പർ കേസ്. ഗിവൺ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏതാ, ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലാണെങ്കിൽ, ക്യാപിറ്റൽ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, ആൻഡ് 0 അതർവൈസ്. അല്ലെങ്കിൽ, അതായത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യുന്നു. മനസ്സിലായോ? എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ കുറെ കൂടി ക്ലിയർ ആയി. ഡെഫിനിഷൻ ക്ലിയർ ആയില്ലേ? അപ്പൊ ഈസ് അപ്പർ എന്ത് ചെയ്യുന്നു, ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പർ കേസിലാണെങ്കിൽ, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. അപ്പർ കേസിൽ അല്ലെങ്കിൽ, അതായത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ 0 എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഡെഫിനിഷൻ അത്രേ ഉള്ളൂ. ഇനി എക്സാമ്പിൾ നോക്ക്. n ഈക്വൽ ടു ഈസ് അപ്പർ എന്ന് എഴുതി ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിനകത്ത് ക്യാപിറ്റൽ എ കൊടുത്തു. അതായത് ആർഗ്യുമെന്റ് ഏതാ, ക്യാപിറ്റൽ എ ആണ്. ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയതിന് സിംഗിൾ കോട്ട്സിനകത്ത്. എപ്പോഴും ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് സിംഗിൾ കോട്ട്സിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേരിയബിൾ ആകുമ്പോൾ സിംഗിൾ കോട്ട്സ് വേണ്ട, കോൺസ്റ്റന്റ് ആണെങ്കിൽ സിംഗിൾ കോട്ട്സിനകത്ത്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്, ഈസ് അപ്പർ, ഈ അപ്പർ ആണോ നോക്കുന്നു. ആര്, ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ എ ആണ്, അപ്പർ കേസിലാണല്ലോ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, 1 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നു. അത് എന്ത് ചെയ്യും, n ഈക്വൽ ടു എന്നാണ്, എന്നിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ n എന്ന വേരിയബിളിനകത്ത് 1 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഈ എക്സാമ്പിൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഈ ഫസ്റ്റ് ലൈൻ മാത്രം എഴുതിയാലും മതി. രണ്ടാമത്തെ ലൈൻ വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ എക്സാമ്പിൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ലൈനിലേക്ക് ഇട്ടത്. രണ്ടും എഴുതിയാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ബുദ്ധിമുട്ടുള്ളവര് ഏറ്റവും മിനിമം ആണ് ഒന്നാമത്തെ ലൈനിലുള്ളത്. സ്റ്റോർസ് 1 ഇൻ ദ വേരിയബിൾ n. എന്തുകൊണ്ടാണ് എന്നിലേക്ക് 1 സ്റ്റോർ ചെയ്യുന്നത്, സിൻസ് ദ ഗിവൺ ക്യാരക്ടർ ഇസ് ഇൻ അപ്പർ കേസ്. ഗിവൺ ക്യാരക്ടർ എന്ന് പറയണമെന്നില്ല, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും മതി. ഗിവൺ ക്യാരക്ടറിനെക്കാളും കുറച്ചുകൂടി നല്ലത് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒന്നുള്ളത് അല്ലേ. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 1 എന്ന് പറഞ്ഞ വാല്യൂ എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അടുത്ത ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇതുപോലെ പഠിച്ചൂടെ. ഇതെല്ലാം എളുപ്പമാണ്, ഒരെണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം അതുപോലെയാണ്. അപ്പൊ യൂസേജും ഒക്കെ ഒരേപോലെയാണ്. ഈസ് ലോവർ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇല്ല. എപ്പോഴും ഫംഗ്ഷൻ ഒക്കെ ഒറ്റ വാക്കാണ്. ഈസ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇല്ല, ഒറ്റ വാക്കായിട്ട് എഴുതണം. ഈസ് ലോവർ എന്താ ചെയ്യുക, ഡെഫിനിഷൻ നിങ്ങൾ പറഞ്ഞു നോക്ക്. ചെക്സ് വെദർ
the argument character is in lower case or not. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ്, എന്താ ലോവർ കേസ് പറഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സിനകത്ത്, സ്മോൾ ലെറ്റേഴ്സിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇനി ആണെങ്കിൽ ഡെഫിനിഷൻ കംപ്ലീറ്റ് ഒക്കെ എങ്ങനെയാ? ഇറ്റ് റിട്ടേൺസ് 1 if the argument character is in lower case. അല്ലേ? ആർഗ്യുമെന്റ് ക്യാരക്ടർ ലോവർ കേസിലാണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിലോ അതർവൈസ് റിട്ടേൺ 0. ലോവർ കേസിൽ അല്ലെങ്കിൽ അതായത് അപ്പർ കേസ് ആണെങ്കിൽ 0 ഫോൾസ് ആയി അല്ലേ, ഫോൾസിന് 0 റിട്ടേൺ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതായത് ആർഗ്യുമെന്റ് ക്യാരക്ടർ ലോവർ കേസ് ആണെങ്കിൽ ട്രൂ 1 റിട്ടേൺ ചെയ്യുന്നു, ആർഗ്യുമെന്റ് ക്യാരക്ടർ ലോവർ കേസിൽ അല്ലെങ്കിൽ ഫോൾസ് 0 റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാലും മതി. ട്രൂ ഫോൾസ് പറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ 1 0 തന്നെ വേണമെന്നില്ല. അപ്പൊ അവിടെയും ഇതുപോലെ സിൻടാക്സ് ഇതുപോലെ നിങ്ങൾ ഈ ബ്രാക്കറ്റിൽ കൊടുത്തെടുത്താൽ എഴുതിയാൽ മതി, നിങ്ങൾക്ക് എളുപ്പം. ഇങ്ങനെ ഇത് വേണമെന്നില്ല, ടെക്സ്റ്റത്തെയാണ് ഇത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഇതുപോലെ CH എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് കോൺസ്റ്റന്റും വേരിയബിളും കൂടി കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ എപ്പോഴും ക്യാരക്ടർ വേരിയബിളിനകത്ത് CH എന്നുള്ള വേരിയബിളിനെയും കൊടുക്കാറ്. അങ്ങനെ തന്നെ കൊടുക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ആർഗ്യുമെന്റ് കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു. ഡെഫിനിഷൻ ഇവിടെയാണ് കംപ്ലീറ്റ് ആവുന്നത്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് 1 if the given character is in lower case and 0 otherwise. അതായത് അപ്പർ കേസിലാണെങ്കിൽ 0 റിട്ടേൺ ചെയ്യുന്നു. മറ്റേ നേരെ റിവേഴ്സ്. ഇവിടെ അതുപോലെ തന്നെ എന്തുവരും? എക്സാമ്പിൾ n equal to ഈസ് ലോവർ ഓർ സ്മോൾ ലെറ്റർ എ. എന്താ പറയുന്നത്? ഈസ് ലോവർ ആണോ നോക്കുന്നു. എന്ത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് എവിടെ കൊടുക്കുക? ഫംഗ്ഷനെ ഫോളോ ചെയ്ത് ഈ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നതാണ് അതിന്റെ ആർഗ്യുമെന്റ്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ക്യാരക്ടർ കോൺസ്റ്റന്റ് സ്മോൾ ലെറ്റർ എ ആണ് അല്ലേ? അപ്പൊ ലോവർ കേസിലാണ്. അപ്പൊ എന്താ പറയുക? ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ 1 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. അപ്പൊ ഈ ഫംഗ്ഷൻ വാല്യൂ 1 റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന 1 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുന്നത്? n ഈക്വൽ ടു എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ n ഈക്വൽ ടു 1 എന്നുള്ള മീനിങ് വന്നൂടെ. മനസ്സിലായില്ലേ? സ്റ്റോർസ് 1 in the variable n. എന്തുകൊണ്ടാ? ഇവിടെയും ഇതുപോലെ ഈ ഒന്നാമത്തെ ലൈൻ മാത്രം എഴുതിയാൽ മതി, പറ്റുന്ന രണ്ടാമത്തെ എഴുതിക്കോളൂ. സിൻസ് ദ ഗിവൺ ക്യാരക്ടർ ഇസ് ഇൻ ലോവർ കേസ്. അവിടെയും ഇതുപോലെ ഗിവൺ എന്ന് മാറ്റി നമുക്ക് ആർഗ്യുമെന്റ് നോക്കാം. ആർഗ്യുമെന്റ് ക്യാരക്ടർ ഇസ് ഇൻ ലോവർ കേസ്. ഓക്കെ, ഇനി അതിന്റെ മറ്റേ അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ കൂടി പറയുന്നത്. നിങ്ങൾ ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞത് മാത്രം. നമ്മൾ എപ്പോഴും ഒരേപോലെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് ഈ സ്ലോവർ ബ്രാക്കറ്റിനകത്ത് ആർഗ്യുമെന്റ് ക്യാപിറ്റൽ ആണ് കൊടുത്തെങ്കിലോ, ഇത് ലോവർ കേസ് ആണോ നോക്കുന്നു. എന്ത് ആർഗ്യുമെന്റ് എന്താ? ക്യാപിറ്റൽ എ ആണ്. ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യും? എന്നിലേക്ക് 0 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഞാൻ രണ്ടും പറഞ്ഞത് മാത്രം, ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി കേട്ടോ, മനസ്സിലാൻ വേണ്ടി രണ്ടും പറഞ്ഞത് മാത്രം. അടുത്തത് ഈസ് ആൽഫ. എന്തായിരിക്കും? ആൽഫബറ്റ് ആണോ എന്ന്. അതായത് അപ്പർ കേസും ലോവർ കേസും നോക്കിയതില്ല, ആൽഫബറ്റ് ആണോ? ലെറ്റർ ABC അങ്ങനെ A to Z, അത് ക്യാപിറ്റലും ആവാം സ്മോളും ആവാം. ആൽഫബറ്റ് ആണോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ ഡെഫിനിഷൻ പറഞ്ഞൂടെ? അപ്പോ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ക്യാരക്ടർ ഇസ് ഇൻ ആൻ ആൽഫബറ്റ് ഓർ നോട്ട്. ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു. ഇനി ബാക്കി ഡെഫിനിഷൻ എങ്ങനെ കംപ്ലീറ്റ് ആക്കുക? റിട്ടേൺസ് 1 അല്ലെ? ഈ ഫംഗ്ഷൻ 1 റിട്ടേൺ ചെയ്യുന്നു. എപ്പോ? ഇഫ് ദ ആർഗ്യുമെന്റ് ക്യാരക്ടർ ഇസ് ആൻ ആൽഫബറ്റ്. ആൽഫബറ്റ് ആണെങ്കിൽ ട്രൂ അല്ലെ? ട്രൂ എന്നുള്ള മീനിങ്ങിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ 1 0 എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? അതായത് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. രണ്ട് ഏത് ആൽഫബറ്റ് ആണെന്നല്ല നമ്മൾ ചോദിക്കുന്നത്, ആൽഫബറ്റ് ആണോ. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വേർഡ് മീനിങ് എന്താ? ആൽഫബറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല അല്ലെ? അങ്ങനെയാണ് മീനിങ് ഉത്തരം വരുന്നത്. ആ ഉത്തരമാണ് റിട്ടേൺ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി വരണല്ലോ, അതാണ് അതിന്റെ റിട്ടേൺ ചെയ്യുന്നത്, ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സിൻടാക്സ് എഴുതുക. അവിടെയും ഇതുപോലെ ഈ സ്ട്രക്ചർ വേണമെന്നില്ല, ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഈ ആൽഫ എഴുതി ബ്രാക്കറ്റിൽ ഇവിടെ നമുക്ക് ഇതുപോലെ CH ആക്കാം. ഞാൻ ടെക്സ്റ്റിലത്തെ പോലെ എഴുതിയതാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. ഈ ആൽഫ CH, വേർ CH ഇസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. എല്ലാം ഒരേപോലെ, സിൻടാക്സ് ഒക്കെ ഒരേപോലെയാ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫംഗ്ഷന്റെ പേര് ശ്രദ്ധിക്കുക. ഈസ് കഴിഞ്ഞിട്ട് ഗ്യാപ്പിൽ. നിങ്ങൾക്ക് എപ്പോഴും വരുന്ന തെറ്റെന്താ? ഈസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്പേസ് ഇടും, കാരണം ഈ ഈസ് ഒരു വാക്ക് എന്നുള്ള പോലെ എടുക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഫംഗ്ഷൻ നെയിമാണ് ഒരുമിച്ചാണ് നിൽക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. Definition complete ആക്കുക. The function returns 1 if the given character is an alphabet and 0 otherwise. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞതിന്റെ ഒപ്പം ഒരുമിച്ച് പറയാൻ കേട്ടോ, അതിനുശേഷം സിൻടാക്സ് പറഞ്ഞാലും മതി. ഞാൻ ടെക്സ്റ്റിൽ ഇങ്ങനെ എഴുതാൻ അതുപോലെ എഴുതിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഒരു എക്സാമ്പിൾ, എല്ലാ ഫംഗ്ഷൻസിന്റെയും സിൻടാക്സ്, ഡെഫിനിഷൻ, ഒരു എക്സാമ്പിൾ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ ഇതുപോലെ നോക്കും. ഇവിടെ n ഈസ് ആൽഫ. ഇവിടെ ഞാൻ 0ന്റെ ഫോൾസിന് ഒരു എക്സാമ്പിൾ എഴുതിയെന്ന് മാത്രം. ഈസ് ആൽഫ എന്ന ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിനകത്ത് 3. എപ്പോഴും 3 എന്തിനാ സിംഗിൾ കോട്ട്സിൽ ഇട്ടെന്ന് വിചാരിക്കും ഇല്ലേ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ?
ഈസ് ആൽഫ എന്ത് ഫംഗ്ഷനാ? ക്യാരക്ടർ ഫംഗ്ഷൻ ആണ്. അതായത് ആർഗ്യുമെന്റ് എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? ക്യാരക്ടേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്യാരക്ടർ എപ്പോഴും എങ്ങനെ കൊടുക്കണം? സിംഗിൾ കോട്സിനകത്ത് ഇടണം. മനസ്സിലായില്ലേ? ഡിജിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ആർഗ്യുമെന്റ് കൊടുക്കുന്നത് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയത് കാരണം സിംഗിൾ കോട്സിനകത്ത് ഇടണം. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആൽഫ എന്ന ബ്രാക്കറ്റിനകത്ത് നോക്കുമ്പോൾ എന്താ പറയുന്നത്? 3 ആണ്, ഡിജിറ്റ് ആണ്, ആൽഫബറ്റ് അല്ല, അല്ലെ? ഫോൾസ് ആയി. അപ്പൊ എന്ത് ചെയ്യുന്നു? ഫോൾസ് ആകുമ്പോൾ വാല്യൂ 0 റിട്ടേൺ ചെയ്യും. ആ 0 എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്തിട്ട് എങ്ങോട്ടാ കൊടുക്കുക? എന്നിലേക്ക് കൊടുക്കും. അപ്പൊ എന്നിലേക്ക് 0 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്റ്റോർസ് 0 in the variable n എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണിത്? സിൻസ് ദ ഗിവൺ ക്യാരക്ടർ. അവിടെയും ഇതുപോലെ നമുക്ക് എന്താക്കി മാറ്റാം? ഡെഫിനിഷൻ ആർഗ്യുമെന്റ് എന്നാക്കാം. ആർഗ്യുമെന്റ് ക്യാരക്ടർ is not an alphabet. Okay. അതുപോലെ അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അടുത്ത നമ്മൾ എന്നിന് പറയാൻ സി ഔട്ട് എന്ന് കൊടുത്തു. സി ഔട്ട് ഈസ് ആൽഫ ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ സിംഗിൾ വൺ സ്മോൾ ലെറ്റർ കൊടുത്തു. അപ്പൊ എന്ത് വന്നു? ആൽഫബറ്റ് ആണ്. ക്യാപിറ്റലോ സ്മോളോ നമ്മൾ നോക്കുന്നില്ല അല്ലെ? ആർഗ്യുമെന്റ് എന്താ? ക്യാരക്ടർ ആണ്, ആൽഫബറ്റ് ആണ്. അപ്പൊ ആൽഫബറ്റ് ആകുമ്പോൾ എന്ത് വന്നു? എങ്ങോടെ കൊടുത്തിരിക്കുന്നത്? സി ഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേ എന്ന് പറയും. ഡിസ്പ്ലേ 1 ട്രൂ ആയത് കാരണം 1 ഡിസ്പ്ലേ ചെയ്തു. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി, രണ്ടും കൂടി ഒന്നും വേണ്ട. അടുത്തത് ഈസ് ഡിജിറ്റ് എങ്ങനെയായിരിക്കും? ഡെഫിനിഷൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഡിജിറ്റ് ആണോ ചോദിച്ചാൽ ആണ്, അല്ലെങ്കിൽ അല്ല, അല്ലേ? അപ്പൊ ആരാണ് ഡിജിറ്റ് ആണോ നോക്കുന്നത്? ഫംഗ്ഷൻ അല്ലേ? ഫംഗ്ഷൻ എപ്പോഴും എന്താ ചെയ്യാ? അതിന്റെ ആർഗ്യുമെന്റ്. എന്താ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്നത്? ഈസ് ഡിജിറ്റ് ഒരു ക്യാരക്ടർ ഫംഗ്ഷൻ. അപ്പൊ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ. അപ്പൊ ദിസ് ഫംഗ്ഷൻ ചെക്സ് വെദർ the argument character is a digit or not. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു. മലയാളത്തിലുള്ളവർക്ക് ഡെഫിനേഷൻ എഴുതിയെടുക്കുക കേട്ടോ, മലയാളത്തിൽ പഠിക്കുന്നവർ. അതാണ് ഞാൻ മലയാളത്തിൽ സെന്റൻസ് പറയുന്നത്. ഞാൻ വേറെ നോട്ട് തരുന്നില്ല. ഇതെല്ലാം മലയാളത്തിൽ പറയുന്നത് നിങ്ങൾ കൈയോടെ പോസ് ചെയ്ത് എഴുതിയെടുത്തോളൂ. അപ്പൊ ദിസ് ഫംഗ്ഷൻ ഈസ് ഡിജിറ്റ് എന്താ ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു. ഡിജിറ്റ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യുന്നു. ഡെഫിനിഷൻ ഓക്കെ? ക്ലിയർ ആയില്ലേ? This function returns 1 if the given character is a digit. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിലോ 0 റിട്ടേൺ ചെയ്യുന്നു. ഡിജിറ്റ് അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും, അതായത് ആൽഫബറ്റ് ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും എന്താണെങ്കിലും, ഡിജിറ്റും ആൽഫബറ്റും മാത്രമല്ലല്ലോ, ഇനി സിമ്പിൾസും ഒക്കെ ഇല്ലേ? അപ്പൊ എന്താണെങ്കിലും ആൽഫബറ്റിൽ തന്നെ ക്യാപിറ്റലോ സ്മോളോ എന്തായാലും ഡിജിറ്റ് അല്ലെങ്കിൽ 0, ഡിജിറ്റ് ആണെങ്കിൽ 1. മനസ്സിലായില്ലേ? എക്സാമ്പിൾ ഇവിടെ എന്താ പറയുന്നത്? ഈസ് ഡിജിറ്റ് എഴുതി സിംഗിൾ കോട്സിനകത്ത് 3 എന്ന് കൊടുത്തു. ഡിജിറ്റ് ആകുമ്പോഴും ഇവിടെ എന്ത് കൊടുക്കണം? പ്രത്യേകം ശ്രദ്ധിക്കണം, സിംഗിൾ കോട്സ് കൊടുക്കണം. എന്തുകൊണ്ടാ? ക്യാരക്ടർ ഫംഗ്ഷൻ ആണ്. അപ്പൊ n ഈക്വൽ ടു ഈസ് ഡിജിറ്റ് എഴുതി ബ്രാക്കറ്റിലെ സിംഗിൾ കോട്സിനകത്ത് 3 എന്ന് കൊടുത്തു. സ്റ്റോർസ് 1 ഇൻ ദ വേരിയബിൾ n. എന്തുകൊണ്ടാ? 3 ഡിജിറ്റ് ആണ് അല്ലെ? ഈസ് ഡിജിറ്റ് നോക്കാണ്. ആർഗ്യുമെന്റ് ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? 3. അത് ഡിജിറ്റ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ട്രൂ ആണ്. ട്രൂ ആയത് കാരണം 1 എന്ന് പറഞ്ഞ വാല്യൂ എന്നിലേക്ക് സ്റ്റോർ ചെയ്തു. സ്റ്റോർസ് 1 ഇൻ ദ വേരിയബിൾ n. Since the given character is a digit. ഇവിടെ ഫോൾസിനെ കൂടി ഞാൻ എക്സാമ്പിൾ എഴുതിയതാണ്. 0 വരുന്നത് എവിടെയാ? ഇൻറ്റൊന്നും വേണമെന്നില്ല, ഞാൻ ടെക്സ്റ്റത്തെ പോലെ അങ്ങോട്ട് എഴുതിയതാണ്. വല്ലാണ്ട് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല നിങ്ങൾക്ക്. n ഈക്വൽ ടു ഈസ് ഡിജിറ്റ് എഴുതി ബ്രാക്കറ്റിലെ സിംഗിൾ കോട്സിനകത്ത് b എന്നിട്ടു. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈസ് ഡിജിറ്റ് ആണോ നോക്കുന്നു. എന്ത്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ് b, ലെറ്റർ b ഡിജിറ്റ് ആണോ? അല്ല, ആൽഫബറ്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? ഫോൾസ് ആണ്, ഡിജിറ്റ് അല്ല. ഫോൾസ് പറയുമ്പോൾ 0 ആണ്. 0 എന്ത് ചെയ്യുന്നു? എന്നിലേക്ക് സ്റ്റോർ ചെയ്തു. മനസ്സിലായില്ലേ? അടുത്തത് ഈസ് ആൽനം. ഡെഫിനിഷൻ എന്തായിരിക്കും? ആൽനം ആൽഫ ന്യൂമറിക്. അതാണ് ആൽനം എന്നുള്ളത്. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫബറ്റോ ന്യൂമറിക്കോ. അതായത് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലും സ്മോളും ആവാം, ആൽഫബറ്റ്സും ആവാം, അതായത് ലെറ്റേഴ്സും ആവാം, ഡിജിറ്റ്സും ആവാം. ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ട്രൂ റിട്ടേൺ ചെയ്യുന്നു. പിന്നെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും അല്ലെങ്കിൽ പിന്നെ എന്താ ആവാം? സിമ്പിൾസ് ഇല്ലേ കുറെ നമ്മുടെ കീബോർഡിനകത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ആൽഫബറ്റ് ആയാലും ഡിജിറ്റ് ആയാലും, ഒന്നുകിൽ ആൽഫബറ്റ് അല്ലെങ്കിൽ ഡിജിറ്റ്, ഏതാണെങ്കിലും എന്താ ചെയ്യുക? റിട്ടേൺ ചെയ്യുന്നത് ട്രൂ, 1 റിട്ടേൺ ചെയ്യുന്നു. അതായത് ഈസ് ആൽനം റിട്ടേൺസ് ട്രൂ ഇഫ് ദ ആർഗ്യുമെന്റ് ക്യാരക്ടർ ഈസ് an alpha numeric, അല്ലെങ്കിൽ ഇഫ് ദ ആർഗ്യുമെന്റ് ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ ന്യൂമറിക്, അതർവൈസ് റിട്ടേൺസ് ഫോൾസ്. അങ്ങനെയും പറയാം. ഒറ്റ വാചകത്തിന്റെ എല്ലാം വന്നു. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞു തരണോ? ഞാനൊരു സെന്റൻസ് വേണമെങ്കിൽ ലാസ്റ്റ് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ച് എഴുതിയെടുത്താലും മതി. എല്ലാ ഡെഫിനേഷനും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പറയാം. ഞാൻ ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു വാചകം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഞാൻ ടെക്സ്റ്റിൽ നിന്ന് വല്ലാണ്ട് മാറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റ വാചകത്തിൽ എഴുതാം. നമ്മൾ പല രീതിയിലും പറയുമല്ലോ. അപ്പൊ എങ്ങനെ പറയാം? ഈസ് ആൽനം റിട്ടേൺസ് 1 if the argument character is
alphabet or numeric. Otherwise returns false, 0. Argument character alpha numeric ആണെങ്കിൽ ഈ ഫംഗ്ഷൻ true return ചെയ്യുന്നു, അല്ലെങ്കിൽ false return ചെയ്യുന്നു. Syntax എന്താ? നേരത്തെ പോലെ തന്നെ ടെക്സ്റ്റ് ഇത് പഠിക്കണമെന്നില്ല, ഇങ്ങനെ പഠിച്ചാൽ മതി. ഈസ് ആൽനം ബ്രാക്കറ്റില് സി അല്ല, നമുക്ക് സി എച്ച് ആക്കാൻ, സി എച്ച് വേരിയബിൾ ആണ് കേട്ടോ. വേർഡ് സി എച്ച് ഇസ് എ ക്യാരക്ടർ കോൺസ്റ്റന്റ്. അപ്പൊ ആർഗ്യുമെന്റ് കൊടുക്കുന്ന ക്യാരക്ടർ കോൺസ്റ്റന്റ് ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ, ആൽഫബറ്റ് ആയാലും ന്യൂമറിക് ആയാലും, അതായത് ആൽഫബറ്റ് ആയാലും ഡിജിറ്റ് ആയാലും ട്രൂ റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ നോക്കൂ, 3-4 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഈസ് ആൽനം ബ്രാക്കറ്റിൽ 3 എന്ന് കൊടുത്തു. എപ്പോഴും സിംഗിൾ കോഴ്സിനകത്ത് ഇടണം കേട്ടോ. 3 ഡിജിറ്റ് ആണ്, അപ്പൊ ആൽഫബറ്റ് അല്ലെങ്കിൽ ന്യൂമറിക് ആണ്, അപ്പൊ എന്താ റിട്ടേൺ ചെയ്യുന്നത്? 1 റിട്ടേൺ ചെയ്യും. അപ്പൊ എന്നിലേക്ക് 1 സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ സി ഔട്ട് കൊടുത്തു അടുത്തത്. ആ ടെക്സ്റ്റിലത്തെ പോലെ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതിയാൽ മതി. ഈസ് ആൽനം എഴുതി ബ്രാക്കറ്റിലെ സിംഗിൾ കോഴ്സിനകത്ത് ക്യാപിറ്റൽ എ. ആൽനം എന്ന് പറയുമ്പോൾ ആൽഫ ന്യൂമറിക് അല്ലെ, ക്യാപിറ്റൽ എ. ആൽഫബറ്റ് ആണ്, ന്യൂമറിക് അല്ലെങ്കിലും ആൽഫബറ്റ് ആണ്. അപ്പൊ ആൽഫബറ്റ് ആണെങ്കിലും എന്ത് ചെയ്യുന്നു? 1 റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ 1 എന്നുള്ളത് സി ഔട്ട് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു, അതായത് ഡിസ്പ്ലേസ് 1. ഇത്രയും എഴുതിയാൽ മതി, ആ സിൻസ് ഒന്നും വേണമെന്നില്ല. അടുത്തത് n ഈക്വൽ ടു ഈസ് ആൽനം എഴുതി ബ്രാക്കറ്റിലെ സിംഗിൾ കോഴ്സിനകത്ത് ഹൈഫൺ ഇട്ടു. അപ്പോഴെന്താ? ആൽഫബറ്റും അല്ല ന്യൂമറിക്കും അല്ല, ഫോൾസ് ആയി അല്ലേ? ഹൈഫൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ആൽഫബറ്റും അല്ല ന്യൂമറിക്കും അല്ല, അപ്പൊ ഫോൾസ് ആയി. അപ്പൊ എന്തായിരുന്നു? 0 റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ എവിടെ സ്റ്റോർ ചെയ്യുന്നു? എന്നിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർസ് 0 in n. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാമാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഈസ് അപ്പർ, ഓർക്കാൻ എളുപ്പമാണ്. ഈസ് അപ്പർ കേസിലാണോ, ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യുന്നു. ഈസ് ലോവർ എന്ത് ചെയ്യുന്നു? ആർഗ്യുമെന്റ് ക്യാരക്ടർ ലോവർ കേസിലാണോ അല്ലയോ ചെക്ക് ചെയ്തിട്ട് ലോവർ കേസിലാണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യുന്നു. അടുത്തത് ഏതാ? ഈസ് ആൽഫ, ഏത് ഓർഡറിൽ വേണമെങ്കിൽ പറയാം കേട്ടോ. ഈസ് ആൽഫ എന്ത് ചെയ്യുന്നു? ആർഗ്യുമെന്റ് ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ നോക്കി, ആൽഫബറ്റ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യുന്നു. അടുത്തത് ഈസ് ഡിജിറ്റ് എന്ത് ചെയ്യുന്നു? ആർഗ്യുമെന്റ് ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡിജിറ്റ് ആണെങ്കിൽ ട്രൂ അല്ലേ, 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാൾസ് 0 റിട്ടേൺ ചെയ്യുന്നു. ഇനി ഈസ് ആൽനം എന്ത് ചെയ്യുന്നു? ആൽഫ ന്യൂമറിക്. ഞാൻ ഈ ബ്രാക്കറ്റ് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എഴുതണമെന്നില്ല കേട്ടോ. ആൽഫ ന്യൂമറിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതിയതാണ്, ആൽഫബറ്റ് ഓർ ന്യൂമറിക്. അങ്ങനെ ഡെഫിനിഷൻ എഴുതുമ്പോൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ എന്ത് മാത്രം പറഞ്ഞാൽ മതി? വെദർ എ ക്യാരക്ടർ ഇസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇതിങ്ങനെ പറയണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതി ചേർത്തത്. ഓക്കെ, അപ്പൊ ഈസ് ആൽനം എന്ന് പറയുമ്പോൾ ആൽഫബറ്റോ ന്യൂമറിക്കോ ആവാം. റിട്ടേൺസ് ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് 1 if the argument character is alphabet or digit അല്ലെങ്കിൽ numeric. Otherwise returns false, 0. Argument character alphabet or numeric ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഡെഫിനിഷൻ. അടുത്ത രണ്ടെണ്ണം കുറച്ച് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മറ്റേതെല്ലാം ഒരുമിച്ച് പറഞ്ഞത്. ടു അപ്പർ എന്തായിരിക്കും? ടു അങ്ങോട്ട് മാറ്റുന്നു അല്ലെ? ടു അപ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പർ കേസിലേക്ക് മാറ്റുന്നു, അതായത് കൺവേർട്ട് ചെയ്യുന്നു. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് ആക്കി മാറ്റുന്നു. ഇനി അഥവാ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിൽ തന്നെ ആണെങ്കിലോ എന്താ ചെയ്യുക? പ്രത്യേകിച്ച് ഒന്നും മാറ്റാനില്ല, അപ്പൊ ഒന്നും ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിൽ അല്ലെങ്കിൽ അതിനെ അപ്പർ കേസിലേക്ക് ആക്കി മാറ്റുന്നു, അപ്പർ കേസിലാണെങ്കിൽ അതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അടുത്ത ഫംഗ്ഷൻ എന്താ? ടു ലോവർ. അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക, ടു കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇല്ല. ഇതൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഹെഡർ ഫയൽ ഏതാ അതൊക്കെ ശ്രദ്ധിച്ച് വെക്കണം. എല്ലാം കൂടി വരുമ്പോഴേ അവസാനം എല്ലാം കൂടി കൺഫ്യൂസ് ആവരുത്. നിങ്ങൾ ആ ഹെഡർ ഫയൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ പേര് മാത്രം എഴുതി വെക്കുക, അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കുക. അങ്ങനെ മെനക്കെട്ടാലേ ഇത്തിരി കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എല്ലാം കൂടി മിക്സപ്പ് ആവരുത്. ഓരോന്നോരോന്ന് പഠിക്കുമ്പോൾ കുഴപ്പമില്ല, എല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവസാനം കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ടു ലോവർ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ആർഗ്യുമെന്റ് കൺവേർട്സ് ദ ആർഗ്യുമെന്റ് ക്യാരക്ടർ ടു ലോവർ കേസ്. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, മാറ്റുന്നു. ഇനി ആ ഡെഫിനിഷനിലേക്ക് വ്യക്തമായിട്ട് പോവാം ഒന്നും കൂടി. ദിസ് ഫംഗ്ഷൻ ഇസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻടു ഇറ്റ്സ് അപ്പർ കേസ്. ആ ഗിവൺ ക്യാരക്ടർ ആ ടെക്സ്റ്റിലത്തെ വാചകം അതാണ് കുറച്ചുകൂടി കറക്റ്റ്. എന്താ? ആർഗ്യുമെന്റ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ്. ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് മാറ്റുന്നു. കുറേ കൂടി നല്ല ഡെഫിനിഷൻ അതാണ്. അപ്പൊ അതിന്റെ സിന്റാക്സ് എന്താ വരിക? അവിടെയും ഇതുപോലെ ടെക്സ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പഠിക്കുന്ന എളുപ്പം. ടു അപ്പർ എഴുതിയ ബ്രാക്കറ്റിൽ ആർഗ്യുമെന്റ് ആയിട്ട് CH, where CH is a character constant. അപ്പൊ എന്ത് ചെയ്യുന്നു? ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് ആക്കി മാറ്റുന്നു.
ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ്, ഇവിടെ പ്രത്യേകിച്ച് പറയാനില്ല, ഈ ഒരു ഡെഫിനിഷൻ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ മതി. ഇത് പറയാൻ നല്ലത്, കാരണം ഇതിനകത്ത് രണ്ടാമത്തെ സെന്റൻസും കൂടി ഉണ്ട്. ഈ രണ്ട് സെന്റൻസ് പറഞ്ഞാൽ മതി, കുറച്ചുകൂടി നല്ല ഡെഫിനേഷൻ ഇതാണ്, കംപ്ലീറ്റ് ആവുന്നത്. അതായത് ക്യാരക്ടർ അപ്പർ കേസിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നും കൂടി പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ സെന്റൻസും കൂടി പറഞ്ഞാലും മതി. ദ ഫംഗ്ഷൻ റിട്ടേൺസ് ദ അപ്പർ കേസ് ഓഫ് ദ ഗിവൺ ക്യാരക്ടർ. രണ്ട് രീതിയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഒരേ കാര്യം തന്നെ. ഇനി ഒരു എക്സാമ്പിൾ നോക്കൂ. സി എച്ച് എഴുതി, ടു അപ്പർ എഴുതി ബ്രാക്കറ്റിൽ സിംഗിൾ കോഴ്സ് എ എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? ടു അപ്പറിലേക്ക് മാറ്റും. ആരെ? സ്മോൾ ലെറ്റർ എ ക്യാപിറ്റൽ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? സി എച്ച് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ സ്റ്റോർസ് ക്യാപിറ്റൽ ഇൻ ദ വേരിയബിൾ സി എച്ച്. മനസ്സിലായില്ലേ? അടുത്തത് ടു ലോവർ. എന്താ ചെയ്യുന്നത്? ലോവർ കേസിലേക്ക് മാറ്റുന്നു. ദിസ് ഫംഗ്ഷൻ ഇസ് യൂസ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻടു ഇറ്റ്സ് ലോവർ കേസ്. ഡെഫിനിഷൻ തന്നെ പറഞ്ഞു നോക്കൂ. ദിസ് ഫംഗ്ഷൻ കൺവേർട്സ് ദ ആർഗ്യുമെന്റ് ക്യാരക്ടർ, ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടറിനെ ലോവർ കേസിലേക്ക് ആക്കി മാറ്റുന്നു. അവിടെയും ഇതുപോലെ ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെന്റ് ക്യാരക്ടർ ലോവർ കേസിലാണെങ്കിലോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല, അത് അതിനെ അതുപോലെ തന്നെ വെക്കുന്നു. ലോവർ കേസിൽ അല്ലെങ്കിൽ ലോവർ കേസിലേക്ക് ആക്കി മാറ്റും. മനസ്സിലായില്ലേ? അതാണ് സിന്റാക്സ്. ഇവിടെ ഇതുപോലെ ടു ലോവർ എന്ന് എഴുതി ബ്രാക്കറ്റില് സി എച്ച്, വേർ സി എച്ച് ഇസ് എ character constant. ഞാൻ പിന്നെ ശരിയാക്കാം കേട്ടോ, ഞാൻ സമയം കളയുന്നില്ല. ഓക്കെ, സമയം പോകും. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ലോവർ കേസ് ഓഫ് ദ ഗിവൺ ക്യാരക്ടർ. അതന്നെ, ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പറഞ്ഞാൽ മതി കേട്ടോ. മറ്റതുപോലെ അല്ല, ഒരു സെന്റൻസ് ഒന്നുകിൽ ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് എന്തായാലും പറയണം. ഇഫ് ദ ഗിവൺ ക്യാരക്ടേഴ്സ് ഇൻ ലോവർ കേസ് ദ ഔട്ട്പുട്ട് വിൽ ബി സെയിം. തന്നിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അതായത് കൺവേർട്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ എക്സാമ്പിൾ സി എച്ച് ഈക്വൽ ടു ലോവർ ബ്രാക്കറ്റിനകത്ത് സിംഗിൾ കോഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് കൊടുത്തു. എന്ത് ചെയ്യുന്നു? ടു ലോവറിലേക്ക് ആക്കി മാറ്റും. ആര്? ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് എന്താ കൊടുത്തിരിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എ ആണ്, അതിനെ സ്മോൾ ലെറ്റർ എ ആക്കി മാറ്റി സി എച്ചിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർസ് എ ഇൻ ദ വേരിയബിൾ സി എച്ച്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും 7 ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാന്ന് പറഞ്ഞു നോക്കാമോ? തുടങ്ങിയത് ഏതാ? ഈസ് അപ്പർ അല്ലെ, ഈസ് ലോവർ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈസ് അപ്പർ ഈസ് ലോവറും ഉണ്ട്, ടു അപ്പർ ടു ലോവറും ഉണ്ട്. ആണോ അല്ലയോ നോക്കുന്നുണ്ട്, അതിലേക്ക് മാറ്റുന്നതും ഉണ്ട്. അപ്പൊ 4 അവിടെ. പിന്നെ ഏതാ? ഈസ് ആൽഫ, ആൽഫബറ്റ് ആണോ അല്ലയോ നോക്കുന്നു. ഈസ് ഡിജിറ്റ് ആണോ നോക്കുന്നു, അല്ലയോ നോക്കുന്നു. അടുത്ത ഏതാ? ആൽനം അല്ലെ, ആൽഫ ന്യൂമറിക്. ഈസ് ആൽനം, ആൽഫ ന്യൂമറിക് ആണോ? ഈസ് ആൾ ഡിജിറ്റ് അല്ല കേട്ടോ, ആൽനം ആൽഫ ന്യൂമറിക് എന്നാ പറയാ. നമ്മൾ പഠിച്ചിട്ടില്ലേ ആൽഫ ന്യൂമറിക് എന്നുള്ള വാക്ക്? ഫസ്റ്റ് ഇയർ C++നെ പറ്റി പറയുമ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻസിനകത്ത് ക്യാരക്ടർ സെറ്റ് ആൽഫ ന്യൂമറിക് എന്നുള്ള വാക്കുണ്ട്. അപ്പൊ അതാണ് തന്നെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ എന്നാ.